യൂട്യൂബ് ക്ലാസ് കാണുന്നത് നിർത്തൂ, ഇല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് പറയുന്നവർ ചെറുതായി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, അറിവിന്റെ ഒരു വിസ്ഫോടനം തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾക്ക് എല്ലാവർക്കിടയിലുണ്ട്. സ്കൂൾ ക്ലാസ്സുകൾക്ക് ഒപ്പം എന്തെല്ലാം ബെനിഫിറ്റുകൾ യൂട്യൂബ് നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്നത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽ. നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓഡിയോ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ വീഡിയോ ആയിട്ടൊക്കെ എവിടെയുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് എന്താണ് ആ ഒരു വെറൈറ്റി, ആ ഒരു വൈവിധ്യമാണ് യൂട്യൂബ് ആദ്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം. രണ്ടാമതായിട്ട് നമുക്ക് പറയാം സപ്ലിമെന്ററി ലേണിംഗ്. അല്ലെ, എന്താണ് സപ്ലിമെന്ററി ലേണിംഗ്? നമുക്കറിയാം, സ്കൂളുകൾ ക്ലാസ്സുകൾക്ക് ഉപരിയായിട്ട് അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകൾക്ക് അപ്പുറത്ത് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആരെ ആശ്രയിക്കാം? യൂട്യൂബിനെ ആശ്രയിക്കാവുന്നതാണ്. അതാണ് നമ്മൾ സപ്ലിമെന്ററി ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, യൂട്യൂബിൻ്റെ അകത്ത് ഉണ്ട്. അല്ലെ, ഇനി ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട, ഏറ്റവും കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. യൂട്യൂബ് പഠിക്കാൻ നമുക്ക് പ്രത്യേക സമയമോ അല്ലെങ്കിൽ പ്രത്യേക ദേശമോ പ്രത്യേക കാലമോ ഒന്നുമില്ല. അറ്റ് എനി പ്ലേസ്, അറ്റ് എനി ടൈം, ഏത് സ്ഥലത്ത് നിന്ന് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, റെഫർ ചെയ്തെടുക്കാം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആര് തരുന്നുണ്ട്? യൂട്യൂബ് നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അടുത്തതായിട്ട് ഗ്ലോബൽ എക്സ്പേർട്ട്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണ് ഗ്ലോബൽ എക്സ്പേർട്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുള്ള ഒരു ടോപ്പിക് എടുക്കുന്നത് ഗ്ലോബൽ എക്സ്പേർട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ അത്രയും എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരിൽ നിന്ന് അവരുടെ നോളേജ് നമുക്ക് എന്ത് ചെയ്യാം, അക്വയർ ചെയ്തെടുക്കാം. അതുകൊണ്ട് എന്താണ്, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അല്ലേ, എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക എല്ലാ ചാനലുകളും എന്താണ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ബേർഡനും ഇല്ലാതെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അല്ലെ, ഇപ്പൊ ഏഗണിന്റെ ക്ലാസ്സുകളും എന്താണ്, ഏഗണിന്റെ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസും അതേപോലെ തന്നെ മികച്ച ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഉള്ള ചാനലുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മക്കള് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇത്തരം സൗകര്യങ്ങളൊക്കെ നമുക്ക് ആര് തരുന്നുണ്ട്? യൂട്യൂബ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് എടുത്ത് നമുക്ക് ആവശ്യമുള്ളതാക്കി മാറ്റുക. ഇനി ഇതല്ലാതെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.